ഹായ്, എല്ലാവർക്കും കലിംഗ ഡിസൈനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു കുട്ടിയുടെ ഒരു 3 വയസ്സായ കൊച്ചിന് ഉള്ളൊരു ഫ്രോക്കാണ് കട്ട് ചെയ്ത് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതായിട്ട് തുണി ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിടണം. നല്ലോണം ചുളിവുകളില്ലാണ്ട് പതുക്കെ തേച്ചെടുക്കാൻ ശ്രദ്ധിക്കണം എല്ലാവരും. തുണി ചുളിവുകളുണ്ടെങ്കിൽ അളവുകൾ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടിയുടെ ഷോൾഡർ കിട്ടിയിരിക്കുന്നത് നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്തേക്കുന്നതാണ്. അപ്പോൾ ഷോൾഡർ 9.25 കിട്ടിയിരിക്കുന്നത്. 9.25. അപ്പോൾ അതിൻ്റെ പകുതിയായിട്ടാണ് നമ്മൾ രണ്ടായിട്ടാണല്ലോ തുണി മടക്കിയിട്ടാണ്. അപ്പോൾ ഒരു 4.25 ഷോൾഡർ വേണ്ടത്. 4.25. 4.25 ഷോൾഡർ. 4.25 തന്നെ കൈക്കുഴി കൊടുക്കുകയാണ്. ചെസ്റ്റിൻ്റെ സൈസ് വരുന്നത് 20 ആണ്. 20ൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുമ്പോൾ 24. 6 4 അപ്പോൾ 6 ഇഞ്ചാണ്. 24 ആകുമ്പോൾ 24ൻ്റെ 4 ഭാഗം. ചെസ്റ്റ് കറക്റ്റ് വരുന്നത് 20 ആണ്. 20 + 4 24. 24ൻ്റെ 4 ഭാഗം 6 ഇഞ്ച്. ഇനി 24ൻ്റെ 4 ഭാഗം പിടിയിന്ന് മനസ്സിലാക്കാൻ, പിടിയിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവരാണ് ടേപ്പ് രണ്ടായിട്ട് മടക്കുക. 24ൻ്റെ അവിടെ ഇങ്ങനെ രണ്ടായി മടക്കി വയ്ക്കുക. അപ്പോൾ 12. 12ന് ഒരു പ്രാവശ്യം കൂടി പകുതിയാക്കുമ്പോൾ 6 ഇഞ്ച്. 6 ഇഞ്ച് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടണം. പിന്നെ നമുക്ക് യോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 8 ഇഞ്ചാണ്. 8ൻ്റെ കൂടെ 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡർ അടിക്കാനും 1/2 ഇഞ്ച് താഴെ. അപ്പോൾ 9 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യണം. 9 ഇഞ്ച് യോക്കിൻ്റെ അവിടെ ഉള്ള ആ ഒരു വണ്ണം യോക്കിൻ്റെ, അതായത് നമ്മുടെ ഷേപ്പൊക്കെ കുട്ടികളാകുമ്പോൾ അങ്ങനെ ഷേപ്പ് ഉണ്ടാവില്ല കുട്ടികൾക്ക്. 1/2 ഇഞ്ചൊക്കെ വ്യത്യാസം വരുള്ളൂ ചെസ്റ്റിനേക്കാളും. അപ്പോൾ 19.5 കിട്ടിയാണ്. അപ്പോൾ 19.5യുടെ കൂടെ ഒരു കുഞ്ഞു കുട്ടിയായതുകൊണ്ട് ഒരു 3 ഇഞ്ച് ചേർക്കേണ്ട, 2 ഇഞ്ച് ചേർത്താൽ മതി കുട്ടികൾക്കൊക്കെ. ആൾക്കൊരു ചെറിയൊരു വയറൊക്കെ ഉള്ള കുട്ടിയായതുകൊണ്ട് നമ്മൾ 2 ഇഞ്ച് ചേർത്തുണ്ട്. സാധാരണ വലിയ ആൾക്കാർക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ഷേപ്പിൻ്റെ കൂടെ 3 ഇഞ്ചാണ് ചേർക്കുന്നത്. കുട്ടികൾക്ക് ഒരു 2 ഇഞ്ചൊക്കെ ചേർത്താൽ മതി ഷേപ്പിൻ്റെ കൂടെ. അപ്പോൾ 21, 21.5. 21.5യുടെ 4 ഭാഗം കണക്കാക്കണം. ടേപ്പ് വീണ്ടും 21.5ലേക്ക് പിടിക്കുക. അതിൻ്റെ പകുതി 10.25. 10.25ൻ്റെ പകുതി 5.25 ഒരു പോയിൻറ്റും കിട്ടുന്നുണ്ട്. അപ്പം 5.25 ഒരു പോയിൻ്റ് നമ്മളിവിടെ താഴെ അടയാളപ്പെടുത്തുകയാണ്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. അതിന് ശേഷം ഇവിടെ നമുക്ക് വെട്ടിയെടുക്കാനുള്ളതാണ്. ഇത് ഫ്രണ്ട് വശം മാത്രമേ ഞാൻ വെട്ടിയെടുക്കുന്നുള്ളൂ. ബാക്ക് ഇത് വെട്ടിയതിന് ശേഷം ബാക്കിൽ ഹുക്കാണ് വയ്ക്കണത്. പിന്നെ കൈക്കുഴി ഇവിടെ നിന്ന് നടുക്കുന്ന ഒരു 3/4 ഇഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്യുക. ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഈ നടുക്കിന്ന് 3/4 ഇഞ്ചിലേക്ക് വേണം കൈക്കുഴി മാർക്ക് ചെയ്തു. മുകളിൽ 1/2 ഇഞ്ച് ഇത് പോവും. കൈയുടെ മുകളിലെ വണ്ണം 8.5 കറക്റ്റായിട്ട് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്കൊരു 9.5 കിട്ടാൻ പാകത്തിന് ഇവിടെ കൈക്കുഴി കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇങ്ങനെ അളന്ന് നോക്കണം. അപ്പോൾ നമുക്കിവിടെ 10 കിട്ടുന്നുണ്ട്. കുറച്ച് ലൂസിലാണ് കൈക്കുഴി എടുത്തേക്കുന്നത്. ഇവിടെ മടക്കി അടിക്കാനുള്ളതുകൊണ്ട് 10 ആയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോകാതിരുന്നാൽ മതി. അതിനുശേഷം നമ്മൾ ബാക്ക് ഭാഗം കട്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ
ഒരു 1/4 ഇഞ്ച് അപ്പുറത്തേക്ക് ഹുക്കിടുമ്പോൾ 1/4 ഇഞ്ച് അപ്പുറത്തേക്ക് നീക്കിയിടുക. അതിന് ശേഷം ഫ്രണ്ട് തന്നെ വെച്ച് ബാക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ 3 വയസ്സായ ഒരു കൊച്ചിന് ഒരു 2.25 ആകുമ്പോൾ നമുക്കൊരു 4.5 കിട്ടിയാൽ മതി. 2.25 അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഞാനിതിനകത്ത് വക്രം വച്ചല്ല ചെയ്യുന്നത്. വക്രം വച്ച് ചെയ്യുന്ന ആൾക്കാർ 2.25 തന്നെ അടയാളപ്പെടുത്തുന്ന കഴുത്ത്. ഞാനിത് 2 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ മറിച്ചടിച്ച് ചെയ്യുമ്പോൾ 1/4 ഇഞ്ച് കൂടി കൂടുതൽ കിട്ടും. ഇതിനകത്തൊരു താഴത്തേക്ക് ഇറക്കം ഒരു 2.25 ഇഞ്ചാണ് വയ്ക്കുന്നത്. അപ്പോൾ 2.5 ഇഞ്ച് നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടാൻ പാകത്തിന്. ഇച്ചിരി കയറിയിരിക്കുന്ന കഴുത്താണ്. ബാക്കിലും അത്രയും തന്നെയാണ് വയ്ക്കുന്നത്. ഇങ്ങനെ കയറിയിരിക്കുന്ന കഴുത്താകുമ്പോൾ ഒന്നല്ലെങ്കിൽ സിബ്ബ് വയ്ക്കണം, അതല്ലെങ്കിൽ കുളത്ത് വെച്ച് നമ്മളിത് ചെയ്താലാണ് കഴുത്ത് അകത്ത് കറക്റ്റായിട്ട് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. താഴെ പാവാടയ്ക്ക് നമ്മൾ ഫ്ലീറ്റ് ഇട്ടുള്ള ചെറിയ ചെറിയ അറിവുകളുള്ള പാവാടയാണ് അതിൻ്റെ അടിയിലേക്കുള്ള ഉടുപ്പിൻ്റെ അടിയിലേക്ക് വെക്കുന്ന ഭാഗം. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് മൊത്തം ലെങ്ത്ത് 23 ഇഞ്ചാണ്. അപ്പോൾ 23-ൽ നിന്ന് 8.5 ഇഞ്ച് മുകളിലത്തെ ബോഡി പാർട്ടിൻ്റെ 8.5 ഇഞ്ച് കുറച്ചിട്ട് വേണം നമുക്ക് 23 ഇവിടെ കിട്ടാൻ. 23-ൻ്റെ കൂടെ 1/2 ഇഞ്ച് മുകളിൽ നമുക്ക് ഇവിടെ അടിച്ച് പോകാനുള്ള 1/2 ഇഞ്ച് സീം അലവൻസ് വേണം. താഴെ 1 ഇഞ്ചിൻ്റെ അടുത്ത് മടക്കി അടിക്കാനും വേണം. അപ്പോൾ നമ്മൾ ഇവിടെ കറക്റ്റ് 25 ഇവിടെ ഫുള്ളി 8.5 കഴിഞ്ഞിട്ട് നമുക്ക് 25 കിട്ടുന്നുണ്ട്. ആ 25 ഞാൻ ഫുള്ളായിട്ട് എടുക്കുകയാണ്. അടിയിൽ കുറച്ച് വീതിയിൽ മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ എടുക്കുന്നത്. ഞാൻ 1.5 മീറ്റർ തുണിയിൽ ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ട് ബാലൻസുള്ള കംപ്ലീറ്റ് ലൈനിങ്ങും ഞാൻ അതിനകത്തേക്ക് എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ചുരുക്കുകൾ ഇടുമ്പോൾ നല്ലോണം വിടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ 2 ഭാഗം ഇങ്ങനെ മടക്കി ഇട്ടിട്ട് ഫുള്ളും ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ബോഡി പാർട്ടിൻ്റെ ഭാഗം വെട്ടിയെടുത്ത് ലെവലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം 1 മീറ്റർ അടിഭാഗത്ത് ചുരുക്കി അടിക്കാനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഇങ്ങനെ 2 ഭാഗമാക്കി വെട്ടിയെടുക്കുകയാണ്. കറക്റ്റ് 25-ലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. രണ്ട് ഭാഗമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇത് ലൈനിങ്ങും ബോഡി പാർട്ടിനുള്ള. ഇനി നമുക്ക് നല്ല തുണിയിൽ നിന്ന് ബോഡി പാർട്ട് കട്ട് ചെയ്യാം. 1.5 മീറ്ററാണ് ഞാൻ എടുത്തേക്കുന്നത് നല്ല തുണിയും. ആദ്യം ഫ്രണ്ട് വശം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്ത് മാറ്റി അതിന് ശേഷം ബാക്ക് നമ്മൾ ബാക്ക് ഭാഗം കട്ട് ചെയ്ത് മാറ്റി. ഇനി ഇത് രണ്ടായി മടക്കിയിട്ടതിന് ശേഷം നമുക്ക് രണ്ടായിട്ട് മടക്കിയിടുക. അതിന് ശേഷം
അടിവശം ലെവൽ ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് നമ്മൾ ഇത്രയും കൂടുതലുണ്ട്. ഇത് അടിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വെച്ച് മടക്കി അടിക്കാൻ പറ്റുകയാണെങ്കിൽ ഇത്തിരി കൂടി വീതിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മടക്കി അടിക്കുകയുള്ളൂ. അത് അടിക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. നമുക്ക് ഇത് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിനി ഇത് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ കഴുത്ത് ഇങ്ങനെ നല്ല ചീത്തവശത്ത് തന്നെയാണ് വച്ചേക്കുന്നത്. നമുക്കിവിടെ പൈപ്പിംഗ് പോലെ, പൈപ്പിംഗ് അല്ല, ഒരു ക്രോസ് പീസ് വെച്ച് മറിച്ചടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കഴുത്ത് ഫിനിഷിങ് ആക്കാനായിട്ട്. സാധാരണ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മറിച്ചിട്ട് നല്ല വശത്തേക്ക് അല്ല ചീത്ത വശത്തേക്ക് നല്ല വശത്ത് വെച്ചിട്ട് ലൈനിങ് ഇങ്ങനെ 1/4 ഇഞ്ച് വീതിയിൽ അടിച്ചിട്ട് മറിച്ച് ഇടാം, അങ്ങനെ ഫിനിഷിങ് ആക്കാം. ഇതിപ്പോൾ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മളൊരു ക്രോസ് പീസ് വെച്ച് കഴുത്ത് മറിച്ചടിക്കുകയാണ്. അപ്പോൾ ഇത് ചീത്ത വശത്താണ്, ഇതിൻ്റെ നല്ല വശം ഇതാണ്, ചീത്ത വശത്താണ് ലൈനിങ് വെച്ചേക്കുന്നത്. 4 സൈഡും നമ്മളൊരു 1/4 ഇഞ്ച് വീതിയിൽ കഴുത്തിവിടെ ലൈനിങ് ഫുള്ളായിട്ട് അറ്റാച്ച് ചെയ്യണം. അതിന് ശേഷം ഇതിൽ എക്സ്ട്രാ പീസുകൾ വന്നിരുന്നൊക്കെ നമ്മളിങ്ങനെ വെട്ടി ക്ലിയർ ചെയ്യാണ്. അങ്ങനെ എല്ലാ ഭാഗവും ക്ലിയർ ചെയ്തിട്ട് വരാം. അപ്പം നമ്മൾ ബാക്ക് പാർട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കാണിക്കാതെ ഇരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി വീഡിയോയ്ക്ക് ലെങ്തായി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ അറ്റാച്ച് ചെയ്ത മാതിരി തന്നെയാണ് ബാക്കിലും അറ്റാച്ച് ചെയ്യണം. അതിന് ശേഷം ഇത് രണ്ടായിട്ട് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ രണ്ടായിട്ട് കറക്റ്റായിട്ട് മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ഹുക്ക് വയ്ക്കാനുള്ള ഹുക്കും അതിൻ്റെ അയ്യും വയ്ക്കാനായിട്ട് നമുക്കൊരു പടി പിടിപ്പിക്കണം. അപ്പം നമ്മൾ തയ്ക്കാൻ ഇങ്ങനെ ഈ തുണി നേരെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തയ്ക്കാനായിട്ട് നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞിരിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ഇടത് കൈയുടെ അവിടെ വരുന്ന ഭാഗമാണ് ഇങ്ങനെ തുണി നേരക്കിടുമ്പോൾ ഇടത് സൈഡിൽ വരുന്ന ഈ ഭാഗത്താണ് നമ്മൾ ഹുക്ക് വയ്ക്കാനായിട്ട് അടിച്ച് മറിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അടിച്ച് മറിക്കാനും അയ പിടിപ്പിക്കാനായിട്ട് ഞാൻ അയ പിടിപ്പിക്കാൻ നല്ല തുണിയിലാണ് വെട്ടിയിരിക്കുന്നത്. ഒരു 1.5 ഇഞ്ച് വീതിയിൽ എടുത്തിട്ടുണ്ട് അയ പിടിപ്പിക്കാനായിട്ട്. ഇതും ഞാൻ ഇച്ചിരി വീതിയിലാണ് എടുത്തേക്കുന്നത്. കുറച്ച് വീതി കുറയ്ക്കാണ്, 1 ഇഞ്ചൊക്കെ മതിയാവും. നമ്മൾ ഹുക്ക് പിടിപ്പിക്കുന്ന ഭാഗത്ത് വീതി കുറവ് മതി. അത് നമ്മൾ ലൈനിങ് എടുത്താൽ ഇത് അകത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അകത്തേക്ക് പോകുന്ന കാരണം കൊണ്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ തുണി തന്നെയാണ് എടുത്തേക്കുന്നത്. ബാലൻസ് ഓട് വെട്ടിക്കളയാണ്. അതിന് ശേഷം ഇതിങ്ങനെ നേരെ ഇങ്ങനെ അടിച്ചതിന് ശേഷം നേരെ തിരിച്ചു വയ്ക്കുക. അവിടെ നിന്ന് പതിച്ചടിക്കുക പ്രസ് ചെയ്ത്. റോഡ് സൈഡ് ആയതുകൊണ്ട് വണ്ടികളുടെ നല്ല ശബ്ദം ഉണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അതിനുശേഷം നമ്മൾ അകത്തേക്ക് ഇത് ഫുള്ളായിട്ട് അകത്തേക്ക് നമ്മളിങ്ങനെ മറിച്ച് ഇതിങ്ങനെ മറിച്ചടിക്കുകയാണ്.
ഫുൾ അകത്തേക്ക് ഇട്ടിട്ടും തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ നമ്മൾ അകത്തേക്ക് വെച്ച് ഇത് മടക്കി അടിച്ചു. ഇപ്പുറ സൈഡിൽ നമ്മൾ അകത്ത് നിന്നാണ് പുറത്തേക്കാണ് അടിക്കേണ്ടത്. അപ്പോൾ നല്ല തുണിയാണ് നമ്മൾ പുറത്തേക്ക് അടിക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. ബാലൻസ് വെട്ടിക്കളയാം. അതിനുശേഷം അകത്തുനിന്ന് പതിച്ചടിക്കണം. ഇനി നമുക്ക് പുറമെ വശത്തേക്കാണ് മടക്കി അടിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് രീതിയിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഉപ്പിടാനായിട്ടാണ്. താഴത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് കയറ്റി വേണം നമ്മൾ ഉപ്പിടാനായിട്ട് അടിച്ചു പോകേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ നമുക്ക് 1/2 ഇഞ്ച് ഇതിൻ്റെ പാവാട ഭാഗം ഉടുപ്പിൻ്റെ അടിവശം അടിച്ചു പോകാനുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കുക അടിവശത്തു നിന്ന് 1/2 ഇഞ്ച് കയറ്റി നമ്മളിങ്ങനെ കുത്ത് അപ്പോൾ നമ്മളിങ്ങനെ കൈ തുന്നി പിടിപ്പിക്കേണ്ട. നമ്മൾ ഇതുപോലെ അടിച്ചു പോവുകയാണെങ്കിൽ കൈ തുന്നാതെ ഒരു ഇഞ്ച് ഗ്യാപ്പിലൊക്കെ ഇവിടെ കുത്തി നിർത്തുക. അതിനുശേഷം തിരിച്ച് ഇവിടെ കൊണ്ടുവരിക. പതുക്കെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ അത് വിട്ടു പോകാൻ സാധ്യതയുണ്ട്. കുറച്ച് കുത്തിട്ട് കഴിയുമ്പോൾ വരിയൊന്ന് ഇവിടെ കൊണ്ടുപോയി നിർത്തുക. കുത്തി നിർത്തണം സൂചി. അതിനുശേഷം തിരിച്ച് ഇടയ്ക്കും. നമുക്കിവിടെ ഇങ്ങേറ്റം വരെ കൊടുക്കണ്ട. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമ്മളൊരു കഴുത്ത് ഫിനിഷിങ് ചെയ്യാനായിട്ട് ക്രോസ് പീസ് വെച്ചാണ് ഫിനിഷിങ് ചെയ്യണം. അഞ്ച് ഹുക്ക് വയ്ക്കാനുള്ള നമ്മൾ പടി ഇവിടെ ഈ അരിപ്പടി ഇവിടെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഷോൾഡറുകൾ തമ്മിൽ നേരെ 2 വശം നേരെ വെച്ചതിന് ശേഷം നല്ല വശങ്ങൾ കൂട്ടി വെച്ചതിന് ശേഷം ഷോൾഡർ നമ്മൾ അറേഞ്ച് രണ്ട് സൈഡിൽ നമ്മൾ ഷോൾഡർ 2 പ്രാവശ്യം അടിക്കണം. ഇത് ലോക്ക് ചെയ്തിട്ട് വരാം. ലോക്ക് ചെയ്തതിന് ശേഷം കഴുത്തടിച്ച് മറിക്കാം. നമ്മൾ ക്രോസ് പീസ് വെട്ടിയെടുക്കണം കാണിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മളിങ്ങനെ തുണി ഇങ്ങനെ നേരെ ഇട്ടതിന് ശേഷം ക്രോസായിട്ട് ഒരു 1 ഇഞ്ച് വീതിയിലൊക്കെ ഇങ്ങനെ ക്രോസ് പീസ് വെട്ടിയെടുക്കണം. അങ്ങനെ ക്രോസ് പീസ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് രണ്ടും ക്രോസ് പീസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്യണം. രണ്ടും 2 സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്ന പോലെയാണ് ക്രോസ് പീസ് അറ്റാച്ച് ചെയ്യേണ്ടത്. ബാലൻസ് കട്ട് ചെയ്ത് വേണം. അതിന് ശേഷം 2 അടുപ്പ് ചെയ്ത് ക്രോസ് പീസ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കഴുത്തിങ്ങനെ നിവർത്തിയിട്ടതിന് ശേഷം ബാക്ക് സൈഡിൽ ഇതിങ്ങനെ രണ്ടാക്കി മടക്കുക.
ഈ ക്രോസ് പീസ് രണ്ടാക്കി മടക്കിയതിന് ശേഷം നമ്മളിവിടെ ഇങ്ങനെ വയ്ക്കുക. ഇതിൻ്റെ തുമ്പ് അകത്തോട്ട് പോകാൻ കരുതി കുറച്ച് തുമ്പ് അകത്തേക്ക് ഇങ്ങനെ മടക്കി വയ്ക്കുക. മടക്കി വെച്ചതിന് ശേഷം നമ്മളൊരു 4 ഇഞ്ച് കൈത്തുമ്പ് നമ്മൾ നേരത്തെ അടിച്ചപ്പോൾ വിട്ടേക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ തന്നെ അതിൻ്റെ പുറത്ത് അടിപ്പ് കാണാത്ത രീതിയിൽ ഇത് 4 ഇഞ്ചിൽ ഇങ്ങനെ അടിച്ചു പോകണം. നമുക്ക് കഴുത്തിൽ ഒരു ഫ്രില്ല് വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് വീതിയിൽ നമ്മളിങ്ങനെ നീളത്തിൽ നേരെ ഉള്ള പീസാണ് വെട്ടിയെടുക്കുന്നത്. അതിന് ശേഷം ഫ്രില്ലിടാനായിട്ട് നമ്മളിങ്ങനെ മടക്കി ഇതിങ്ങനെ മടക്കി ലെവൽ ചെയ്ത് 2 ഭാഗം ജോയിൻ്റ് ചെയ്ത് കൊടുത്ത് എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞ് കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മളിതിങ്ങനെ ഫ്ലീറ്റ് പോലെ നിങ്ങൾ ബിഗിനേഴ്സ് ആകുമ്പോൾ ഇതിൻ്റെ സൈഡിൽ ഒരു അടിപ്പടിച്ച് വിട്ടതിന് ശേഷം വേണം ഇങ്ങനെ കീഴിടാനായിട്ട്. അതല്ലെങ്കിൽ ഇങ്ങനെ നീങ്ങി പോകും. അപ്പം ഞാൻ അടിച്ചിട്ടില്ല. ഇങ്ങനെ ഇത് ഫുള്ളായിട്ട് നമ്മളിങ്ങനെ അടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് ഇവിടെ വെച്ച് ബാക്കിൽ നിന്ന് തുടങ്ങി നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ബാലൻസ് ഇങ്ങനെ വരുന്ന നൂലുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വൃത്തികേടായിട്ട് നിൽക്കുന്ന കട്ട് ചെയ്ത് കറക്റ്റായിട്ട് ഇതിൻ്റെ തുമ്പ് ഇങ്ങനെ മടക്കി അടിക്കേണ്ടതായിരുന്നു. ഞാനിവിടെ ചേർത്തടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മടക്കി ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെയും നമ്മളിങ്ങനെ ചേർത്തടിക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തുണി ഇങ്ങനെ ഇഴന്നു പോകുന്ന തുണി ആയതുകൊണ്ട് 2 സൈഡും ചേർത്തടിച്ച് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ക്രോസ് പീസ് രണ്ടാക്കി മടക്കുക. മടക്കിയതിന് ശേഷം ഇതിൻ്റെ കുറച്ച് ഭാഗം ഇതിൻ്റെ അകത്തേക്ക് വെച്ച്
നമ്മളിവിടെ കഴുത്ത് ഫിനിഷിങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടടിക്കുക. നമ്മളിങ്ങനെ ഫ്രില്ലടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ തിരിച്ച് മടക്കി ഈ ഫ്രില്ലിങ്ങനെ പൊക്കി വെച്ചിട്ട് അടിക്കണം. അതിൻ്റെ മുകളിലേക്ക് അടിപ്പ് വീഴാതെ അകത്തേക്ക് മടക്കി കഴുത്തുമ്പൊക്കെ അകത്ത് പോകാൻ കരുതി വൃത്തിയായിട്ട് അപ്പോൾ നമ്മുടെ കഴുത്ത് നല്ല വൃത്തിയായിട്ട് ഇനി തേച്ചതിന് ശേഷം നമുക്ക് ബാലൻസ് ഇവിടെ ഒന്ന് പതിച്ച് ഇങ്ങനെ ഇത്രയും പൊന്തി നിൽക്കണ്ടെന്നുള്ളവർക്ക് ഇവിടെ ഒന്ന് പതിച്ച് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഞാൻ തേച്ചിട്ട് വന്നിട്ട് നമുക്ക് ബാക്കിയിട്ട് നോക്കാം. നമ്മളിവിടെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പതിച്ചടിച്ച് കൊടുത്തതിന് ശേഷം ഇനി കൈയുടെ അവിടെ ഇങ്ങനെ ഫ്രില്ല് വേണം. ഇതേമാതിരി തന്നെ ഫ്രില്ലുണ്ടാക്കി കൈയുടെ അവിടെ രണ്ട് സൈഡിലും വച്ചതിന് ശേഷം വേണം നമുക്ക് ഇത് ഫിനിഷിങ് ആക്കാനായിട്ട്. നമ്മളിതിൻ്റെ അടിഭാഗം ലൈനായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇങ്ങനെ ചെറിയ കുറച്ചകത്തേക്ക് തള്ളി നിൽക്കണ പ്ലേറ്റുകൾ ഇട്ട് കൊടുക്കണം.
അതിനുശേഷം നല്ല വശം കൂടി ഇവിടെ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഓപ്പൺ ആക്കിയിരുന്നത് ഇവിടെ പതുക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല വശം കൂടി കൂട്ടി വെച്ച് നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അടിച്ചു പോകണം. അടിപ്പ് കൊടുക്കണം. നമ്മളിങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം ലൈനിങ് ഞാൻ ഫ്രണ്ടും അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈനിങ് ഇവിടെ ഞാനൊരു 1.5 ഇഞ്ചിൽ മടക്കി അടിച്ചിട്ടുണ്ട്. 1.5-1.25 ഇഞ്ചിൽ മടക്കി അടിച്ചാണ്. ഇപ്പുറ സൈഡ് അതുമാതിരി തന്നെ ഒരു 1.25 ഇഞ്ചിൽ മടക്കി അടിക്കുകയാണ്. മടക്കി അടിച്ചിട്ട് വരാം. നമ്മളിവിടെ ഒരു ലേസ് പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു 3 നേരം ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ വെച്ച് അടിച്ചു കൊടുക്കണം. ഞാൻ നമ്മൾ 3 നേരം ലേസ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം സൈഡിൽ നമ്മൾ കൂട്ടിയടിക്കുകയാണ്. നമ്മൾ ഒരുമിച്ചാണ് അറ്റാച്ച് ചെയ്യണത്. ലൈനിങ് സെപ്പറേറ്റ് ആക്കുന്നില്ല. വള്ളി അടിച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. വള്ളി അടിച്ചത് നമ്മളിങ്ങനെ അകത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് അതുപോലെ തന്നെ അപ്പുറ സൈഡ് അടിച്ചുകൊണ്ട് വരാം. നമുക്ക് 2-3 അടിപ്പ് ഇവിടെ സൈഡിൽ കൂടെ ഇടണം. അപ്പോൾ നമ്മൾ സൈഡൊക്കെ കൂട്ടി നല്ല വൃത്തിയായിട്ട് ഫിനിഷിംഗ് ആയിട്ട് അകത്തൊക്കെ നല്ല 3 ലെയറിൽ അടിച്ചു. നമ്മളിവിടെ ലോക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇങ്ങനെയാണ് ലാസ്റ്റ്
ഉടുപ്പിൻ്റെ ഇതെല്ലാം തേച്ച് നല്ല വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ആ വാവ ഒരു മെടിച്ച് നോക്കാം. വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.